സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾക്കിടയിൽ നേതാക്കൾ ഡൽഹിയിൽ കെ.പി.സി.സി പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, എം.പിമാർ തുടങ്ങിയവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. സമ്പൂർണ്ണ പുനഃസംഘടന എന്ന സുനിൽ കനഗലു റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ ദിവസം തന്നെ നേതൃയോഗം നടന്നപ്പോഴും കെ.പി.സി.സി നേതൃമാറ്റത്തിലൊന്നും യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പുറത്തേക്ക് വന്നപ്പോൾ സംസാരിച്ചത്. പക്ഷേ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന് തെളിയിക്കുക തന്നെയാണ് ഇന്ന് നേതാക്കളെല്ലാം ഡൽഹിയിലെത്താൻ കാരണമെന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്, അല്ലേ? ദേവിക, കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഉള്ളതുപോലെ ഗ്രൂപ്പിസം അതിശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമൊക്കെ പല തട്ടുകളിലാണ്. ഒപ്പം ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ കേരളത്തിൽ ചില ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഗ്രൂപ്പിസം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വീണ്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ഇതാണ് ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ അലട്ടുന്നത്. കാരണം രാജ്യത്തെങ്ങും കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസിനാകെ ഇന്ത്യയിൽ ഇപ്പോൾ അധികാരം ശേഷിക്കുന്നത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അതും ഉത്തരേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഹിമാചൽ പ്രദേശ് പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലുള്ളൂ. പിന്നുള്ളത് ദക്ഷിണ ഇന്ത്യയിലെ തെലങ്കാനയും അതോടൊപ്പം തന്നെ കർണാടകയുമാണ്. വിശാലമായ ഉത്തരേന്ത്യയിലെ ഒറ്റ സംസ്ഥാനത്ത് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങിപ്പോകുന്നു. അതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവ് അല്പമെങ്കിലും ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും ഒക്കെ ഉത്തരേന്ത്യയിൽ തോൽവി ഉറപ്പിച്ചു കഴിയുമ്പോൾ വന്ന് മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടുത്തെ തീവ്ര ഇസ്ലാമിക വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികളുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധം, ആ ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം അവർ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെങ്കിലും അധികാരം പിടിക്കണമെന്നതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. അതിനാൽ ഗ്രൂപ്പ് കളിച്ച് കേരളത്തിൽ കൂടി പാർട്ടി പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിനെ മഷിയിട്ട് നോക്കേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് മുഴുവൻ നേതാക്കളും എത്തിയിരിക്കുന്നു. ഇന്ന് ദേശീയ നേതൃത്വം ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖ നേതാക്കളെ ഒരുമിച്ചിരുത്തിയും അതല്ലാതെ ഓരോരുത്തരെയായി വ്യത്യസ്തമായും ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. കെ. സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സുധാകരന് കൃത്യമായി തന്നെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന വിമർശനവും ഒക്കെ പാർട്ടി ഉയർന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ പ്രസിഡന്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഒപ്പം 10ഓളം DCCകളുടെ അഴിച്ചുപണി വേണം എന്നത് സംബന്ധിച്ചുള്ളൊരു വികാരവും പാർട്ടിക്കകത്ത് ശക്തമാണ്. അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം സുനിൽ കനഗലുവും അതോടൊപ്പം ദീപാദാസ് മുൻഷിയും ഈ രണ്ടുപേരുടെയും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടുകളും സംസ്ഥാനത്ത് ഒരു പുനഃസംഘടന, അതായത് സമ്പൂർണ്ണമായ പുനഃസംഘടന അനിവാര്യമാണ് എന്ന വികാരമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ തുടർച്ചയായ 3ാം തവണയും കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന സന്ദേശമാണ് ഈ സുനിൽ കനഗലുവിൻ്റെ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ടിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ്, കെ.പി.സി.സി അധ്യക്ഷൻ, ഒപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും എം.പിമാരോടും ഡൽഹിയിലേക്ക് എത്താൻ ദേശീയ നേതൃത്വം പറഞ്ഞത്. ദേവിക. ഗൗതം, അതേസമയം ഈ വലിയ സമൂലമായ ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ മാറ്റം ഇപ്പോൾ വിളിപ്പിച്ച നേതാക്കൾ കൂടാതെ മറ്റുള്ളവരെയും ഈ നേതൃതലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിൽ ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഇവിടെ സംസ്ഥാനത്ത് ഇതൊന്നും ഇവർ വ്യക്തമാക്കുകയുമില്ല. ഹൈക്കമാൻഡിൽ നിന്ന് എപ്പോഴും എന്ത് ചോദിച്ചാലും ഹൈക്കമാൻഡിൽ നിന്ന് തീരുമാനം വരണം എന്നുള്ളതാണല്ലോ. പക്ഷേ അങ്ങനെയും ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളല്ലാതെ, അതായത് എം.പിമാർ, പ്രതിപക്ഷ നേതാവ്, കെ.പി.സി.സി പ്രസിഡന്റ് തുടങ്ങിയവരെ കൂടാതെ ഉള്ള ആളുകളെയും ഒക്കെ ഈ യോഗത്തിൽ പ്രതീക്ഷിക്കണം. വീണ, എം.പിമാരെയും ഡൽഹിയിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ വിവിധ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അടൂർ പ്രകാശിൻ്റെ പേരാണ് അതിൽ ലിസ്റ്റിലുള്ള ഒരാൾ. അതായത് ഇദ്ദേഹം ആറ്റിങ്ങൽ എം.പിയും മുൻപ് ഏതാണ്ട് 90കൾ മുതൽ തന്നെ പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്നും വിജയിച്ചു വരുന്ന MLAയുമാണ്. അതിനാൽ അടൂർ പ്രകാശ് കെ.പി.സി.സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ച ഒരു ഭാഗത്തുണ്ട്. ഒപ്പം ബെന്നി ബെഹനാൻ എം.പിയുടെയും അതോടൊപ്പം തന്നെ അങ്കമാലി MLA റോജി എം ജോണിൻ്റെയും ഒക്കെ പേരുകൾ ഈ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അതിനാൽ ഈ നേതാക്കളോടെല്ലാം ഡൽഹിയിലെത്താൻ പറയുകയും ഇവരുമായെല്ലാം ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കൂടിക്കാഴ്ച നടത്തി ഓരോ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. വരുന്ന 6 മാസത്തിനകം പുനഃസംഘടന പൂർത്തീകരിച്ച് ഒപ്പം മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കൂടി തീരുമാനിക്കണം എന്ന വികാരമാണ് കോൺഗ്രസിൻ്റെ
ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് സംഘടനയിലെ പൂർണ്ണമായ അഴിച്ചുപണി വളരെ വേഗത്തിൽ നടത്തണം, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം കൂടി വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കണം എന്നതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾക്കകത്ത് വെച്ചിട്ടുള്ള നിർദ്ദേശം. കാരണം ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. നവംബർ മാസത്തിലാകും തെരഞ്ഞെടുപ്പ് നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് 3 മാസം കഴിഞ്ഞാൽ വളരെ സുപ്രധാനമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരികയാണ്. അതിനാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് ഈ സമയത്ത് സജ്ജമാകാതെ സുനിൽ കനകലുവിൻ്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലും എടുത്തു പറയുന്നത് കോൺഗ്രസ് എല്ലാം സമയത്താണ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണെങ്കിലും സംഘടനയിലെ അഴിച്ചുപണികളൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ നടത്താൻ ശ്രമിക്കുന്നു. അതാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സംഘടനയുടെ പരിപൂർണ പരാജയത്തിലേക്ക് കാര്യങ്ങളെ നീക്കുന്നത്. അതിനാൽ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും വളരെ മുൻപ് തന്നെ സംഘടനാ സംവിധാനവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവും എല്ലാം പൂർത്തിയായി ഈ തെരഞ്ഞെടുപ്പിന് എല്ലാ അർത്ഥത്തിലും സജ്ജമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കേരളത്തിലെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്ന വികാരം ഈ റിപ്പോർട്ടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പ്രമുഖ നേതാക്കളെ കൂടാതെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുന്ന പട്ടികയിലുള്ളവർ നേതാക്കളെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്.